അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഗന്ധങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. ഞാൻ സഫീർ അത്രവാല. ലോകത്ത് സുഗന്ധങ്ങൾ, അതായത് പെർഫ്യൂം ക്രിയേഷൻ നടക്കുന്നത് അടിസ്ഥാനപരമായി 3 രീതിയിലാണ്. ആദ്യത്തേത് നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നും അതിൽ അടങ്ങിയിരിക്കുന്ന സെന്റ് മോളിക്യൂൾസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിയാണ്. അതായത് നമ്മുടെ പൂക്കൾ, ചെടികൾ, ഇലകൾ, തടികൾ, വേരുകൾ, അതുപോലെ എത്രത്തോളം മണ്ണിൽ നിന്ന് പോലും അതിലുള്ള സെന്റ് മോളിക്യൂൾസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ലോകത്തെ ഏറ്റവും പണ്ടുകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് പ്രധാനമായും ഡിസ്റ്റിലേഷൻ, ഹൈഡ്രോ ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, അതുപോലെ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ, അതുപോലെ തന്നെ അങ്ങനെ പല മെത്തേഡുകളിൽ കൂടിയാണ് മാസറേഷൻ തുടങ്ങിയ പല മെത്തേഡുകളിൽ കൂടിയാണ് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ചിലവേറിയ ഒരു പ്രോസസ്സാണ്, ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ജാസ്മിൻ ഓയിൽ, നമ്മുടെ മുല്ലപ്പൂവിൽ നിന്ന് അതിന്റെ ഓയില്, അതിന്റെ സെന്റ് മോളിക്യൂൾസ് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറയുന്ന 1 ലിറ്റർ മുല്ലപ്പൂവിന്റെ ഓയിൽ എടുക്കണമെങ്കിൽ 1 ടൺ മുല്ലപ്പൂ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ചായ, തേയില നമുക്ക് കിട്ടുന്ന കറുത്ത ഡസ്റ്റ്, ടീ ഡസ്റ്റ്, അതിന്റെ പ്രോസസ്സ് വേറെയാണ്. അതേസമയം തന്നെ ഗ്രീൻ ടീയുടെ പ്രോസസ്സിങ് വേറെയാണ്. അതേ ടൈമിങ്ങൾ, ഇന്ന ടൈമിൽ അത് പറിച്ചെടുക്കുന്ന ഇലയാണ് ഗ്രീൻ ടീക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ മുല്ലപ്പൂവിന്റെ സെന്റ് മോളിക്യൂൾസ് എടുക്കണമെങ്കിൽ കൃത്യമായി ദിവസം മൊട്ട് വിരിഞ്ഞ് പൂവാകുന്നതിന് മുമ്പ് എത്ര ദിവസം ഇന്ന സമയത്ത് പറിക്കുന്ന പൂ, അതിൽ നിന്നെടുക്കുന്ന സോളന്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് കൂടിയാണ് മുല്ലപ്പൂവിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കുന്നത്. പക്ഷെ അതിൻ്റെതായ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് മുൻപോട്ട് പുറകോട്ടായിപ്പോയാൽ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ വലിയൊരു ചെലവേറിയ പ്രോസസ്. പക്ഷേ ഇതാണ് പണ്ടുകാലം നടന്നുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം ക്രിയേഷന്റെ ഒരു രീതി. അത് ഇൻഡിവിജ്വൽ ആയിട്ട്, അതായത് ചന്ദനത്തിന്റെ തടി, ഊതിന്റെ തടി, അതുപോലെ എല്ലാ കാര്യങ്ങളും അത് ഇതേപോലെ രീതികളിൽ കൂടിയാണ് വേർതിരിച്ചെടുക്കുന്നത്. ഇത് ഒറ്റയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 2-3 നാച്ചുറൽ പ്രൊഡക്റ്റ് മിക്സ് ചെയ്തിട്ടോ അതിൽ നിന്ന് പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇത് ചിലവേറിയ പ്രോസസ്സാണ്, അങ്ങനെ അതിൻ്റെതായ സംവിധാനങ്ങളൊക്കെ ആവശ്യമാണ്. എന്നാൽ രണ്ടാമത്തെ പ്രോസസ്സാണ് 1800കളുടെ അവസാനത്തോടുകൂടി കണ്ടുപിടിക്കപ്പെട്ട അരോമാറ്റിക് കെമിക്കൽസ്, അതായത് സിന്തസിസ് എന്ന് പറയും. സിന്തറ്റിക് അരോമ കെമിക്കൽസ് അല്ലെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ കണ്ടുപിടുത്തം പെർഫ്യൂമിനെ വളരെയധികം ജനകീയമാക്കിയത്. അത് ലാബോറട്ടറികളിൽ നമ്മൾ ഉണ്ടാക്കപ്പെടുന്ന നാച്ചുറലായിട്ട് കിട്ടുന്ന അതിന്റെ കോപ്പീസാണ്, അതിന്റെ ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റ് ആണ് സിന്തറ്റിക് അരോമാസ്, സിന്തറ്റിക് കോമ്പൗണ്ട്. ഇതിന്റെ മിക്സിംഗ് ആണ് ഇന്ന് ലോകത്ത് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ പെർഫ്യൂം പ്രൊഡക്ഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പെർഫ്യൂമിന് ഒരു ഹൈ ക്ലാസിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്ന സാധനത്തിന് ജനകീയമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് ഈ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ കണ്ടുപിടുത്തം. അരോമാറ്റിക് കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമായും കെമിസ്ട്രിയുടെ ബിരുദം അത്യാവശ്യമാണ്, കെമിസ്ട്രിയിലുള്ള നോളജ് അത്യാവശ്യമാണ്. അതിന് തീവ്രമായ എക്സ്പീരിയൻസ്, വർഷങ്ങളോളമുള്ള എക്സ്പീരിയൻസ് അതിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം മാത്രമല്ല, ഈ വലിയ പെർഫ്യൂം കമ്പനികളിൽ അവർക്ക് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പേര് തന്നെ, പെർഫ്യൂമേഴ്സിനെ വിളിക്കുന്ന പേര് നോസ് എന്നാണ്. അതായത് മൂക്കിന്റെ പവർ നോസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതുപോലെ മൂക്കിന് പവർ വേണം, മണം തിരിച്ചറിയാനുള്ള കഴിവ് വേണം, മെമ്മറി പവർ വേണം. 3500-ലധികം അരോമാറ്റിക് കെമിക്കൽസ് ഉണ്ട്. ഇതിൽ നിന്നും ഒരു ക്രിയേഷൻ ഉണ്ടാകണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഏതിനോട് ചേരുമ്പോൾ എങ്ങനത്തെ മണം ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ്, അതുപോലെ പല വിഷയങ്ങൾ അതിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് അതിൽ കെമിസ്ട്രിയുടെ നോളജ് വേണം, രണ്ടാമതായിട്ട് വർഷങ്ങളോളമുള്ള എക്സ്പീരിയൻസ് അത്യാവശ്യമാണ്. അവിടെയും ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. മൂന്നാമത്തെ
പ്രോസസ്സാണ് പെർഫ്യൂം ബ്ലെൻഡിങ് അല്ലെങ്കിൽ പെർഫ്യൂം ലെയറിംഗ്. പലതരത്തിലുള്ള പെർഫ്യൂമിനെ മിക്സ് ചെയ്തിട്ട് പുതിയൊരു ഫ്രാഗ്രൻസ് ആക്കി മാറ്റുക അല്ലെങ്കിൽ പുതിയൊരു പെർഫ്യൂം ആക്കി മാറ്റുക. ഇതാണ് ഇന്ന് ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ ലോകത്ത് മുഴുവൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെറിയ പരിശീലനത്തിൽ കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ല രീതിയിൽ പുതിയ ഫ്രാഗ്രൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 10 വ്യത്യസ്തമായ പെർഫ്യൂമുകൾ ഉപയോഗിച്ചുകൊണ്ട് 10,000 പുതിയ ഫ്രാഗ്രൻസ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അതിന് പരിശീലനം അത്യാവശ്യമാണ്, ചെറിയ രീതിയിലുള്ള നോളജ് അത്യാവശ്യമാണ്, ക്രിയേറ്റിവിറ്റി അത്യാവശ്യമാണ്. ഇതിന് അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് കെമിസ്ട്രി നോളജ് ഒന്നും ആവശ്യമില്ലാത്ത ആർക്ക് വേണമെങ്കിലും ഇത് പരിശീലിക്കാവുന്നതാണ്. ഈ 3 രീതിയാണ് ലോകത്ത് അടിസ്ഥാനപരമായി പെർഫ്യൂം ക്രിയേഷന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.